ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്കിനായിട്ട് സെലക്ട് ചെയ്ത ആദ്യത്തെ 3 പേരെന്ന് പറയുന്നത് അനുമോളും അതേപോലെ തന്നെ അനീഷേട്ടനും സാബുമാനുമാണ് ആ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത്. കറക്കം നൽകിയ എന്ന ടാസ്കിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മുടെ അനുമോൾ അനീഷേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷേട്ടൻ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ ഈ പല്ലിൻ്റെ ഇവിടെ ഒരു വിടവ് വന്നല്ലോ എന്ന്. അപ്പോൾ പല്ലിൻ്റെ കാര്യം പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്കിവിടെ വന്നിട്ട് ഒരു പല്ല് തന്നെ വന്നിട്ടുണ്ട് എന്ന്. ഈ പ്രായത്തിലും പല്ലൊക്കെ വരുമെന്ന് ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ. ഈ പ്രായത്തിലും വരുമല്ലോ, അതിന് ഇന്ന സമയമൊന്നുമില്ല എന്ന്, അതൊക്കെ ഓരോ സമയമെടുത്തിട്ട് വരുമല്ലേ എന്ന് പറയുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, നമ്മളെ ടി വി കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, നമ്മൾ ആരും അകത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കരുത് എന്ന്, നമ്മൾ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് അവിടെ പോയിട്ട് ഇരിക്കാമല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടനൊക്കെ പറയുന്നുണ്ട്, അത് ശരി തന്നെയാണെന്ന് പറയുന്നുണ്ട്. സാബുമാനോട് അനുമോൾ പറയുന്നുണ്ട്, പിന്നെ ഒരു കാര്യം, നമുക്ക് അവരോടൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവരോട് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട്, ഞാൻ ആരോടും ഒന്നും പറഞ്ഞു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. കറക്കം തളിക എന്നാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര്. ഈ ഒരു ടാസ്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡിൽ 3 പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടാവും. ആദ്യത്തേതെന്ന് പറയുന്നത് 360 ഡിഗ്രി ചുറ്റളവിൽ നിന്നുകൊണ്ട് അവർക്കൊരു ചക്രം കറക്കാനുണ്ടാവും. ചക്രം കറക്കി വിടിവിച്ചതിന് ശേഷം അവിടെ രണ്ടാമതായി ചെയ്യേണ്ടത് കുറച്ച് പസൽസ് വെച്ചിട്ടുണ്ടാവും. അത് കറക്റ്റ് സമയത്തിനുള്ളിൽ ഒട്ടിക്കുക എന്നതാണ്. ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നവർക്ക് 1 പോയിൻറ്റും വളരെ കുറച്ച് സമയം കൊണ്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 9 പോയിൻറ്റുമാണ് ലഭിക്കാൻ പോകുന്നത്.